EMSനെ വിറപ്പിച്ച ആലത്തൂർ പോരാട്ടത്തിന്റെ ചുവരെഴുത്തുമായി കാവശ്ശേരി ഓട്ടുപുറ ഗ്രാമം 1977 നടന്ന മത്സരത്തിൽ EMSന് വോട്ട് അഭ്യർത്ഥിച്ചുള്ള ചുവരെഴുത്താണ് ഇപ്പോഴും മായാതെ കിടക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. ആലത്തൂരിലെ കാവശ്ശേരി ഓട്ടുപുര ഗ്രാമത്തിലേക്ക് കടന്നുവരുന്നവരെ സ്വാഗതം ചെയ്ത് ഇപ്പോഴും ആ ചുമരെഴുത്തുണ്ട്. പൊടിപിടിച്ച പഴകിയ ചുമരിൽ നീലത്തിൽ എഴുതിയ വോട്ടഭ്യർത്ഥന. സഖാവ് EMSനും ടി ശിവദാസമേനോനും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ് എഴുത്ത്. 1977 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്നപ്പോഴാണ് ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനായി EMS എത്തിയത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ടി ശിവദാസമേനോനും മത്സരിച്ചു. EMSനെതിരെ മത്സരിച്ചത് കോൺഗ്രസിലെ അന്നത്തെ യുവനേതാവ് VS വിജയരാഘവൻ. EMS പാട്ടും പാടി ജയിക്കും എന്ന് കരുതിയെടുത്ത് വെറും 1699 വോട്ടിന് കഷ്ടിച്ച് വിജയിച്ചു. EMSനെ വിറപ്പിച്ച VS വിജയരാഘവൻ ജയിച്ച EMSനേക്കാൾ അന്ന് താരമായി. PP കൃഷ്ണൻ, അവർ ജില്ലാ സെക്രട്ടറി, ഷൊർണൂർ മുനിസിപ്പൽ ചെയർമാൻ, വലിയൊരു ചുവപ്പ് മാല EMSനെക്കാളും പൊക്കമുള്ളതുകൊണ്ട് ഇടാൻ വന്നു. ഇത് എനിക്കുള്ളതല്ല, ഇത് വിജയരാഘവൻ ഇട്ടാൽ മതി, ഞാൻ സാങ്കേതികമായി ജയിച്ചു, യഥാർത്ഥ ജയം വിജയരാഘവനാണ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം തന്നെ പോലീസിനോട് മറ്റൊരു അദ്ദേഹത്തിന് വണ്ടി കയറ്റിയിട്ട് വിടണം, നിങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാരോട് പറഞ്ഞു, ഒരു കാരണവശാലും എന്തെങ്കിലും ചെയ്താൽ അത് എനിക്ക് വലിയ ബാധിക്കുന്നതാണ്, ഞാനതിനെ അനുവദിക്കില്ല. ലോകസഭയിലേക്ക് മത്സരിച്ച ടി ശിവദാസമേനോൻ തോറ്റു. കോൺഗ്രസിലെ സുന്ന സാഹിബാണ് ഇടതുകോട്ട പിടിച്ചടക്കിയത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പായതിനാൽ ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള ചുമരെഴുത്തും ഇവിടെയുണ്ട്. ഇന്ദിരാഗാന്ധിക്കെതിരെ പട നയിച്ച മൊറാർജി ദേശായിക്ക് അഭിവാദ്യമർപ്പിച്ച് ഇന്ദിര മുട്ടാതെ മൊറാർജിയോട് മുട്ടാതെ എന്നാണ് ആ എഴുത്ത്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മായാതെ കിടക്കുന്ന ഈ ചുമരെഴുത്ത് അന്നത്തെ വീറുറ്റ പോരാട്ടത്തിന്റെ ആവേശം നിറയ്ക്കുന്ന അടയാളപ്പെടുത്തലാണ്. ക്യാമറമാൻ KM പ്രീത്തിനൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, News 18, പാലക്കാട്.